എല്ലാ റബ്ബർ കർഷകരെയും ഈ വീഡിയോ കാണുന്ന എല്ലാ കാഴ്ചക്കാരെയും കേൾവിക്കാരെയും ഈ വീഡിയോയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രധാന ആശയം കേരള റബ്ബർ ബോർഡ് നമുക്ക് ഇന്നത്തെ നിലവിലുള്ള റബ്ബർ ബോർഡ് എന്ന് പറയുന്നത് അത് ഇന്ത്യ ഗവൺമെന്റാണ് അതിന്റെ പ്രധാനമായിട്ട് അതിന്റെ ചുമതലകളൊക്കെ വഹിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും. തുടക്കത്തിലൊക്കെ അത് നമുക്ക് റബ്ബർ കർഷകർക്ക് വളരെ ഗുണം ചെയ്തു. റബ്ബർ ബോർഡാണെങ്കിലും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അവർ കണ്ടുപിടിച്ച ഈ 105 എന്ന അളവ് ദിനം റബ്ബർ വിപ്ലവം തന്നെ ഉണ്ടാക്കിയെന്ന് വേണം പറയാൻ. പക്ഷേ ക്രമേണ റബ്ബർ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചോളം കാര്യമായ ഒരു നേട്ടം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഫലപ്രദമല്ല എന്ന് വന്നു എന്ന് വേണം പറയാൻ. നമുക്കറിയാം, 105 ശേഷം റബ്ബർ ബോർഡ് കണ്ടുപിടിച്ച 105 മെച്ചപ്പെട്ട RRI 105 മെച്ചപ്പെട്ട ഒരു വെറൈറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി 400 സീരിയൽ RRI 400 സീരിയൽ ഗവേഷണത്തിലൂടെ റബ്ബർ ബോർഡ് അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത് അവർ തന്നെ സംബന്ധിച്ചു അടുത്ത കാലത്തെ റബ്ബർ ബോർഡ് ചെയർമാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 400 സീരിയല് 105 അത്ര പോലും മെച്ചമല്ല, അല്ലെങ്കിൽ ഉൽപ്പാദനം ലഭിക്കുന്നില്ല എന്ന് ഒരിക്കലും പറഞ്ഞതായിട്ട് ഞാൻ കാണുകയുണ്ടായി, പേപ്പറിൽ കാണുകയുണ്ടായി. 400 സീരിയൽ 400 രൂപ മാത്രമാണ് കുറെ പേരും. അത് കേരളത്തിലെ 105 ഉൽപ്പാദനം കാണിക്കുന്നില്ല, തമിഴ്നാട്ടിൽ കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് തമിഴ്നാട്ടിലുണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൽ വേണമല്ലോ നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്. 400 സീരിയലിൽ പ്രധാനമായിട്ട് ആദ്യം അവർ അവതരിപ്പിച്ച 414 എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്ത ഏതാണ്ട് പകുതി തോട്ടങ്ങളിലും ഈ 414 അവരത് ഏറ്റവും മെച്ചപ്പെട്ട ഇനമായിട്ടും കാണിച്ചു. അതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളുടെ പത്രങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചു. അങ്ങനെ റബ്ബർ കർഷകർ ആരും ബോധം വഞ്ചിതെന്ന് പറയില്ല, വഞ്ചിതരായ മട്ടിലാണ് അവർ അത് പ്ലാൻ ചെയ്ത കർഷകരെല്ലാം എൻ്റെ അടുത്ത് വളരെയേറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിപ്പോയി, അത് മോശമാണ് അത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്. ഈ ഗവേഷണത്തിൽ ഇതൊക്കെ സംഭവിക്കും, ശരിയാണ്. ചിലപ്പം പരാജയപ്പെടും, ചിലപ്പം വിജയിക്കും. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് വേണ്ടത്ര അവധാനതയുടെ പരീക്ഷ നിരീക്ഷണങ്ങൾക്ക് ശേഷം വേണം കർഷകർക്ക് മുന്നോട്ട്. അത് നടന്നില്ല എന്നാണ് കാണുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം കർഷകർ എൻ്റെ മുമ്പിൽ കുറെ പേരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ ഒരു അഭിപ്രായം കൂടെ സ്വീകരിച്ച ശേഷം അത് പുറത്തിറക്കിയതെങ്കിൽ ഇത്ര തന്നെ വരികയില്ലായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാല് ഈ 400 സീരിയലിലൂടെ റബ്ബർ ഉൽപ്പാദനം താഴേക്ക് വരാൻ സാധ്യത ഉണ്ടായി. ഇപ്പം ഒരു അവസരത്തിൽ കേരളത്തിലെ റബ്ബറിന്റെ ഉൽപ്പാദനം 10 ലക്ഷം ടണ്ണിലേക്ക് ഉയർന്നെങ്കിൽ അത് താഴേക്ക് കൂടി ഇപ്പം 6 ലക്ഷമായി എന്ന വരെ ആയത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ബേസിലെ അവിടെ ഉൽപ്പാദനം 8 ലക്ഷം ഒക്കെ ആണെന്ന് പറഞ്ഞു. ഈ കണക്കൊക്കെ ശരിയാണെന്ന് തന്നെ നിശ്ചയമില്ല. ആ കണക്ക് വ്യത്യാസപ്പെട്ടാലും പുറത്തറിയാൻ പോകുന്നതായും അതുപോലെ പുറത്തുനിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാല് നിലവിൽ റബ്ബർ ബോർഡിന് അതിന്റെ പ്രസക്തി കേരള റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം നഷ്ടപ്പെട്ട രീതിയാണ്. പലതരത്തിൽ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അവരിപ്പം പ്രധാനമായിട്ടും വ്യവസായികളെ താങ്ങിയാണ് ആ പ്രവർത്തനം
വ്യവസായികൾക്കും റബ്ബർ കർഷകർക്കും വേണ്ടിയാണ് റബ്ബർ ബോർഡ് ആരംഭിച്ചത് തന്നെ. എങ്കിലിപ്പം വന്ന് അത് വ്യവസായിയുടെ ഒരു ഏജന്റോ അല്ലെങ്കിൽ ഒരു സഹായിയായി മാറി എന്ന മട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം റബ്ബർ ബോർഡ് റബ്ബർ കർഷകർക്ക് സാധ്യതയോ ബാധ്യതയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാനത് പറയുന്നില്ല, ബാധ്യതയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കേരള ഗവൺമെന്റ് ഇതിലൊന്നും കൈയെടുക്കണം. കാരണം കേരളം റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം, റബ്ബറിനെ സംബന്ധിച്ചോളം കേരളം എന്ന് പറയുന്ന ജീവനാടിയാണ്. അപ്പം റബ്ബർ ഇവിടെ പരാജയപ്പെട്ടാൽ ഇവിടെ സാമ്പത്തികമായി അതുപോലെ പരാജയം ഉണ്ടാകും. അതിന് പകരമായിട്ട് എന്താണ് അതിനൊരു കോമഡിയായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, കേരള ഗവൺമെന്റ് തന്നെ ഇപ്പം പിന്നെ കേരള ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഗവൺമെന്റിൻ്റെതായിട്ടുണ്ടല്ലോ. എന്ന് പറയുന്നത് കേരള റബ്ബർ ബോർഡ് ഒന്ന് ആരംഭിക്കുന്ന നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ തന്നെ എൻ്റെ പിന്നെ കണ്ടെത്തലുകളും പരിശ്രമത്തിലൊക്കെ പറഞ്ഞ പോലെ പല കർഷകരും എൻ്റെ കണ്ടെത്തലുകളെയൊക്കെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ റബ്ബർ ഇനത്തിന്റെ കാര്യത്തിൽ EBC റബ്ബർ ഇനങ്ങൾ EB1, EB2, EB3, EB4 ഇങ്ങനെ അതൊക്കെയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ പ്രധാനമായിട്ടും ടാപ്പിംഗ് രീതികൾ, UD ടാപ്പിംഗ്, നീഡിൽ ടാപ്പിംഗ്, നിലവിലിപ്പം നീഡിൽ ടാപ്പിംഗ് ആണ് പ്രധാനമായിട്ടും. അങ്ങനെ റബ്ബർ മേഖലയിൽ ഒത്തിരിയൊക്കെ ഏറെ കാര്യങ്ങൾ അതെല്ലാം ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല. അപ്പം ഇത് റബ്ബർ ബോർഡിന്റെ പാലനായിട്ടാണോ? എന്റേതൊന്നും റബ്ബർ ബോർഡ് സ്വീകരിക്കുന്നില്ല മാത്രമല്ല, അത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ കേരള ഗവൺമെന്റ് തന്നെ ഇതിന് മുൻകൈ എടുത്ത ഈ കേരളത്തെ രക്ഷിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് കേരളത്തെ രക്ഷിക്കുക. അല്ലെങ്കിൽ റബ്ബർ ഇവിടെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യം നടക്കും. അതുകൊണ്ട് ഇതിനെന്താ ഒരു കോമഡി എന്ന് ചോദിച്ചാൽ, കേരള റബ്ബർ ബോർഡ് എന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ നിയന്ത്രണം കേരള ഗവൺമെന്റിന്റെ ഇപ്പം വടക്കേ ഇന്ത്യയിലുള്ള വ്യവസായികൾക്കൊക്കെ റബ്ബറല്ലേ ആവശ്യം, അതവർക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ കൊണ്ട് ഉത്പാദിപ്പിച്ച് കൊടുക്കുക. ഇന്നത്തെ നീഡിൽ ടാപ്പിങ്ങിലൂടെ ഇവിടുത്തെ റബ്ബർ പാൻ ഇരട്ടിയായാലും അതിന്റെ നേട്ടവും പിന്നെ വ്യവസായികൾക്കുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടു കൂട്ടരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ റബ്ബർ ബോർഡിന്റെ ലക്ഷ്യം ഒന്ന് അത് തന്നെയാണ്. മറ്റൊരു വിധത്തില് ഞാൻ പറഞ്ഞ കേരള റബ്ബർ ബോർഡ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്. ഈ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞു. ഒരു അപകട സാധ്യതയെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റബ്ബർ വരെ ഇടിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങളായിരിക്കും സാമ്പത്തികമായിട്ട് ഇവിടെ ഉണ്ടാകുന്നത്. റബ്ബർ കർഷകർ താഴ്ന്ന, അതുപോലൊപ്പം കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി തകരും. ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയാണ്. അതിന് ഫലപ്രദമായി നേരിടുവാൻ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്. ഞാൻ കണ്ടെത്തിയ മാർഗം ഇതാണ്. നീഡിൽ ടാപ്പിംഗ് ഇവിടെ പ്രചരിപ്പിക്കുക. നീഡിൽ ടാപ്പിംഗ് ഇവിടെ റബ്ബർ ബോർഡ് പ്രതീക്ഷിക്കാൻ വയ്യ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ. അപ്പം പിന്നെ ഇവര് ചോദിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ചോദിക്കും, ഇപ്പം തന്നെ സാമ്പത്തിക ബന്ധപ്പെട്ട് അപ്പം റബ്ബർ ബോർഡ് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വൻ തുക ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒരു തുക ആവശ്യമില്ല. ഇവിടുത്തെ കൃഷിഭവൻ വഴി നമുക്ക് ഇത് പ്രചരിപ്പിക്കാൻ സാധിക്കും. കൃഷിക്കാർക്ക് തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴേ അത് ആവശ്യമുള്ളവർക്ക് ഇതിന്റെ പിന്നെ നീഡിൽ ടാപ്പിംഗ് പഠിപ്പിക്കാനും ഉള്ള അവസരം കൃഷിഭവൻ മുഖാന്തരം ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു പൈസ മുടക്കാതെ തന്നെ ഈ ഖജനാവ് റബ്ബർ കൃഷി കൊണ്ട് തന്നെ ഈ പുതിയ മാർഗത്തിലൂടെ തന്നെ പിന്നെ ഈ ഖജനാവ് കേരള ഗവൺമെന്റിന്റെ ഖജനാവ് നടക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച വസ്തുത ഇതാണ്. മറ്റൊന്നുള്ളത്, വ്യവസായികൾക്ക് വേണ്ടിയാണ്, ഈ കർഷകർക്കും വേണ്ടി കൂടിയാണ് റബ്ബർ ബോർഡ് സ്ഥാപിച്ചതെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു വൻകിട കയർ വ്യവസായം ഉണ്ടായില്ല?
ഇപ്പോഴും പറയുന്നത് 70% ഉൽപാദനം കേരളത്തിൽ നിന്നാണ്. അതൊരവസരത്തിൽ ഏതാണ്ട് 90%-നും പിന്നെ ഉൽപാദനം ആയിരുന്നു. ഇപ്പം വടക്കേന്ത്യ മേഖലകളിലൊക്കെ ധാരാളമായിട്ട് കൃഷി ആവശ്യത്തോടു കൂടി അതിപ്പം 70 ലക്ഷം ടണ്ണ് അല്ലെങ്കിൽ 70% കേരളത്തിൽ നിന്നാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ എന്നാൽ ഇത് ഒരു വൻകിട ടയർ വ്യവസായം പോലും കേരളത്തിലില്ല. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? വ്യവസായമാണെങ്കിൽ ഇവിടെ ഒരു വ്യവസായം ആയിക്കൂടെ, വ്യവസായത്തിന്റെ വളർച്ചയ്ക്കാണെങ്കിൽ. അതുകൊണ്ട് കേരളത്തിൽ ടയർ വ്യവസായം ഉണ്ടാവണം, ടയർ വ്യവസായം ഉണ്ടാവണം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറ് ഇവര് എപ്പോഴും കൊട്ടിക്കൊഴിക്കാറുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, പിന്നെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവണം എന്നെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഒരു ടയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നമല്ലേ? ടയറിൽ നിന്നുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നമല്ലേ? അത് എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിക്കൂടാ? അതിനെന്താ തടസ്സം? പ്രധാന തടസ്സം ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരെല്ലാം ഇവിടെ ഭരിച്ചതല്ലേ. ഇത് റബ്ബർ വ്യവസായം പിന്നെ പാർട്ടി സ്ഥാപിക്കാൻ വലിയ വലിയ ആനക്കാര്യമൊന്നും അല്ല. ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയില്ലേ, ഇവിടെയുള്ള ഒരു കളക്ട് ചെയ്ത് സമാഹരിച്ച് ഉണ്ടാക്കിയില്ലേ. അതുപോലെ ഇവിടെ പ്രസ്ഥാനങ്ങൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയാണ്. തെക്കൻ കേരളത്തിലെ, മധ്യ കേരളത്തിലെ, വടക്കൻ കേരളത്തിൽ ഇങ്ങനെ 4 ടയർ ഫാക്ടറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയുള്ള പിന്നെ റബ്ബറിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കർഷകർ രക്ഷപ്പെടും. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലിയാകും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറ്റുമതി, ടയർ കയറ്റുമതി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ചൈനീസ് ടയർ വരെ ഇവിടെ വന്ന് വിറ്റഴിയപ്പെടുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് തെക്കൻ കേരളത്തിലെ പിന്നെ ഇപ്പൊ തന്നെ ഇവിടെ പിന്നെ പ്രബലമായ പല സംഘടനകളും ഉണ്ട്. ഉദാഹരണമായിട്ട് ഇൻഫാൻ പോലൊരു സംഘടനയുണ്ട്. അവരൊക്കെ കർഷകന് വേണ്ടി നിലകൊള്ളുന്ന ഘടകമാണ്. അവരുമായിട്ട് ചോദിച്ച് ആദ്യം തന്നെ പിന്നെ കോട്ടയം ജില്ലയിൽ തന്നെ, കോട്ടയം ജില്ലയാണ് ഏറ്റവും പ്രധാനമായിട്ടും റബ്ബറിന്റെ ഉത്പാദന കേന്ദ്രം. അവിടെ തന്നെ ഒരു ടയർ പിന്നെ വ്യവസായം, ചെറിയ ടയർ നിർമ്മാണശാല പോലെ ഒരു വൻകിട ടയർ ഫാക്ടറി വ്യവസായം ആരംഭിക്കണം. പിന്നെ ക്രമേണ മധ്യ കേരളത്തിലേക്കും പിന്നെ വടക്കൻ കേരളത്തിലേക്കും സ്ഥാപിക്കാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ പിന്നെ ഇവിടെ തന്നെ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റി ലോകവിപണിയിലെ ഇവിടെ തന്നെ വിറ്റഴിക്കാൻ ഒരു നല്ല പങ്ക് ഇവിടെ തന്നെ വിറ്റഴിക്കും. ഇവിടെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടയറിന്റെ ആവശ്യമില്ലേ? അതെല്ലാം പുറത്തുനിന്ന് വരുന്നതല്ലേ. അതുകൊണ്ട് ചുമ്മാ വാര പിടിക്കാതെ ഇവരെല്ലാം കർഷകരെ രക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണ്. അത് വാചകസത്തിൽ ഒതുക്കുകയാണ്. അതെല്ലാം കൊട്ടിക്കഴിക്കാൻ കുറെ മാധ്യമങ്ങളും ഉണ്ട്. വാസ്തവത്തിൽ ഈ റബ്ബർ കർഷകർ എത്ര നാളിങ്ങനെ പിന്നെ ചൂഷണം ചെയ്യപ്പെടുന്നു, വെറും അടിമകളെ പോലെ പണിയെടുക്കുകയാണ്. നമ്മുടെ പിന്നെ ഫലം ചൂഷണം ചെയ്യുന്ന ആരാണ്? വ്യവസായികളും അതിൻ്റെ ഇടനിലക്കാരൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാമാണ്. അതുകൊണ്ട് സ്വയം കർഷകർ മനസ്സിലാക്കുക, നമ്മൾ എന്തിനിങ്ങനെ ചൂഷണ വിധേയമാകപ്പെടുന്നു. ധീരമായ നടപടികൾക്ക് മുന്നോട്ട് വരണം. അതുകൊണ്ട് അതിൻ്റെ നേരിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ വളരെ അത് ഈ പറയുന്ന പോലെ ശരിയാവും തെറ്റാവും കണ്ടുപിടിക്കാൻ ഇവിടെ മാർഗങ്ങളില്ല. ഇത് പിന്നെ നടപ്പാക്കിയ അല്ലെങ്കിൽ വിജയിപ്പിച്ച 4-5 കർഷകരെ സമീപിച്ച് അവരോടുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയില്ലേ. അത് വിജയമുണ്ടെങ്കിൽ പ്രചരിപ്പിക്കേണ്ട. ഇത് റബ്ബറോട് പ്രചരിപ്പിക്കാതെ ഇവിടെ മാധ്യമങ്ങളെ വിലങ്ങ് നിൽക്കുന്നു, അവർ പ്രചരിപ്പിക്കാതെ പിന്നെ ആര് വിചാരിക്കും? അതുകൊണ്ട് ഇൻഫാം പോലെയോ അതുപോലെയുള്ള കർഷകരെ പ്രതികരിക്കുന്ന സംഘടനകളോ അല്ലെങ്കിൽ കർഷകർ പിന്നെ യഥാർത്ഥത്തിലുള്ള കർഷക നേതാക്കളോ ഇങ്ങനെ ഒരു മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. റബ്ബർ ഇടിഞ്ഞാലും
ഞാനൊക്കെ പറഞ്ഞല്ലോ, റബ്ബർ വില 100 രൂപയാൽ പോലും കർഷകന് 1 കിലോ റബ്ബറിന് 1000 രൂപ കിട്ടുന്നതിന് തുല്യമായ രീതിയിൽ ഈ നെടി ടാപ്പിങ്ങിലൂടെ പറ്റും. ഇനി മറ്റു തരത്തിൽ പറഞ്ഞാൽ ഒരു ടയർ പിന്നെ ഒരു ടയർ ഫാക്ടറി രൂപം കൊണ്ടല്ല അങ്ങോട്ട് തന്നെ ഈ നമ്മുടെ വസ്തുക്കൾ പിന്നെ മാറ്റാൻ സാധിക്കും. അത് ടയറായിട്ട് മാറ്റി കഴിയുമ്പോൾ അത് കയറ്റുമതി ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുത, ഇതിനെല്ലാം പരിഹാരമായിട്ട് ഒരു കേരള റബ്ബർ ബോർഡ് എന്ന പേരിലൊരു പിന്നെ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളണം. അതിന് സാമ്പത്തികമില്ലാതെ ഈ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നീക്കിയാൽ മതി. പ്രത്യേകിച്ച് സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികം മുടക്കേണ്ട കാര്യം വരികയില്ല. അതൊക്കെ പലപടിയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നീടാകാം. തുടക്കത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം തന്നെ ഒരു ഞാൻ എന്തെങ്കിലും എന്നെ പോലെ ഇത് അറിയാവുന്ന ഒരു ക്ലാസ് എടുക്കാൻ യോഗ്യനായ ഒരു വ്യക്തി ഒരു കൃഷിഭവനില് ഇന്ന ദിവസം പിന്നെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള കർഷകരെല്ലാം അവിടെ വന്നുകൊടുക്കും. അവിടെ നിന്ന് തന്നെ ഒരു ഫീസ് ഈടാക്കാം. അവർ സന്തോഷപൂർവ്വം അത് ഞാൻ ചെയ്യും. അപ്പം ആ ക്ലാസ് എടുക്കുന്ന ആൾക്കുള്ള ശമ്പളമായിട്ടോ അല്ലെങ്കിൽ ചെലവിനായിട്ടോ ഒക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഇതുകൊണ്ട് പുരോഗമിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ടാക്സ് ആയിട്ട് ഗവൺമെന്റിനും ഈടാക്കാൻ സാധിക്കും. അപ്പം ചെലവില്ലാതെ തന്നെ കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഈ വിദ്യ ഇവിടെ പ്രചരിക്കണം. അതിനുള്ള മാർഗം ഈ ഗവൺമെന്റ് കൂടി മുൻകൈ എടുത്ത് നടത്തണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഇതിവിടെ പ്രചരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വിദേശങ്ങളിൽ വളരെ വേഗം പ്രചരിക്കും. അപ്പോൾ ലോകമ്പളത്തിൽ റബ്ബറിന്റെ ഉൽപാദനം ചിലപ്പോൾ ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. വേണ്ട ഒരു 50% വർദ്ധിച്ചാൽ പോലും ഇവിടുത്തെ റബ്ബർ വില 100 രൂപയ്ക്ക് താഴാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാനത് മുൻകൂട്ടി പറയുകയാണ്. ഈ പറയുന്നല്ലോ അത് 100% സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും നമ്മൾ ഈ സാധ്യതകളെയാണല്ലോ കാണുന്നത്. ഇങ്ങനെയൊരു സാധ്യതയുണ്ട്. നമ്മൾക്ക് വന്നു കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനു മുമ്പേ നമ്മളെ വേണ്ട മുൻകരുതൽ എടുക്കേണ്ടത് ബുദ്ധിയുള്ള ജനതയുടെയും ആളുകളുടെയും ലക്ഷണമാണ്. ഇതിപ്പം പിന്നെ ഞാൻ പറഞ്ഞ എല്ലാം സംഭവിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് റബ്ബർ കർഷകന്റെ ഉത്പാദനം വർദ്ധിക്കുന്ന വളരെ നല്ലതല്ലേ, ഇവിടെ എല്ലാവർക്കും നല്ലതല്ലേ. അപ്പം ഈ ഇവിടുത്തെ കേരള ഗവൺമെന്റിയുടെ കൂടെ മുൻകൈ എടുത്ത് നീഡി ടാപ്പിങ്ങും അതുപോലെ എൻ്റെ പുതിയ റബ്ബർ ഇനങ്ങൾ EB3, EB1, EB1, EB2, EB3, EB4 ഇതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ ഈ റബ്ബർ കൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, നീഡി ടാപ്പിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നുകൂടെ എൻ്റെ അഡ്രസ്സൊക്കെ ഒന്ന് പറയുകയാണ്. എല്ലാ ശനിയാഴ്ചകളിലും 10 AM മുതൽ 4 PM വരെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചഭക്ഷണം ഉൾപ്പെടെ 750 രൂപ ഫീസ്. നീഡി ടാപ്പിംഗ് കത്തി 750 രൂപ. ചാനൽ ബെറ്റ് മീറ്ററിന് 5 രൂപ. പിന്നെ മറ്റൊന്നുള്ളത്, ഞാനിവിടെ നേരത്തെ ടൂറിസം ഉണ്ടായിരുന്നത് എൻ്റെ ഇവിടുത്തെ നേരത്തെ മുടക്കില്ലാണ്ടെന്ന ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ താനെ ഓടുന്ന വണ്ടിയിൽ നിന്നുള്ള
ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ഊർജ്ജം ഉണ്ടാക്കാൻ താനേ ഓടുന്ന വണ്ടി. അതിനകത്ത് കൂടുതൽ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ മിറക്കിൾ ലാൻഡിനെ പറ്റി. താനേ ഓടുന്ന വണ്ടിയിൽ പിന്നെ 2-3 പേര് വരെയൊക്കെ കയറി ഓടുന്ന കാഴ്ചകളൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വാസ്തവത്തിൽ എൻ്റെ താനേ ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ആ വീഡിയോ വളരെ എനിക്കൊരു നോബൽ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയെ പറ്റിയാണ് ഒന്നിൻ്റെ കാര്യം. ഊർജ്ജം ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാ താനേ ഒരു വണ്ടി ഓടി? ഊർജ്ജമില്ലാതെ ഓടുവോ? ഒന്നുകിൽ അത് പെട്രോൾ വേണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് തള്ളണം, അല്ലെങ്കിൽ കാറ്റ് വേണം. ഇതൊന്നും ഇല്ലാതെ താനേ ഒരു വസ്തു ഓടണമെന്നുണ്ടെങ്കിൽ ഊർജ്ജം വേണ്ടേ? ആ ഊർജ്ജം എവിടെ നിന്നുണ്ടായി? അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് ഊർജ്ജം ഉണ്ടാക്കാമെന്ന്. അതെല്ലാം ഈ താനേ ഓടുന്ന വണ്ടി ചെന്നപ്പോൾ പിന്നെ തുടർന്നുള്ള പിന്നെ വീഡിയോയിലും ഒക്കെ അത് വിവരിക്കുന്നുണ്ട്, ഞാനിത് പറയുന്നില്ല. അപ്പം ഇത് കണ്ടേച്ച് പിന്നെ ഇത് കാണാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു സയന്റിസ്റ്റ്, അതായത് 4 അമേരിക്കൻ പേറ്റന്റ് സംബന്ധിച്ച ഒരു സയന്റിസ്റ്റ് ഇത് കാണാൻ വേണ്ടി തന്നെ മിറക്കിൾ വന്നു. അദ്ദേഹം പറഞ്ഞത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് 100% ശരിയാണ്. നിങ്ങൾ നിസ്സാരമായി കാണാൻ, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കണ്ടുപിടുത്തമാണ്. കുറെ ഉപദേശമൊക്കെ തന്നിട്ട് പോയി. പിന്നെ ആ വണ്ടിയിലാണ് ഒരു സാഹിബ് കയറി ഓടുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ പലരും കയറി ഓടുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മുടെ അന്തരിച്ച കർഷകർക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഫാദർ വടക്കേമുടിയച്ചൻ കയറി ഓടുന്നുണ്ട്. അദ്ദേഹം കയറി ഓടി എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. മിസ്റ്റർ ജോർജ് നോബൽ സമ്മാനം മറ്റ് അതിനേക്കാൾ വലിയ സമ്മാനം ഉണ്ടെങ്കിൽ അതും ലഭിക്കാൻ അർഹത ഉണ്ട് ഈ കണ്ടുപിടുത്തത്തിലൂടെ. അപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് നോബൽ സമ്മാനം കിട്ടുമെന്ന്. അപ്പൊ അമേരിക്കൻ സയന്റിസ്റ്റ് പറയാ ഇത് അത്ര മഹത്തായ ഒരു കണ്ടുപിടുത്തമാണെന്ന്. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ വാലും തലയുള്ളവരെ വളരെ ചുരുക്കമാണ് എന്ന് പറഞ്ഞല്ലോ. അത് ഒരു സൂചനയാണ്. ഇവിടുന്ന് ഒരു സയന്റിസ്റ്റും ഇവിടെ എൻ്റെ മരക്കല്ലാണ്ടി വന്ന് എൻ്റെ വണ്ടി കാണാൻ വന്നില്ല. ഈ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, വിദേശത്ത് നിന്ന് ഇവിടെ വന്നു. അതിന്റെ ടെക്നിക്ക് അവര് പിന്നെ കണ്ടുപിടിച്ച് അവിടെ പ്രാപ്തിയാണെന്ന് പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് അതിനകത്ത് ഒരു പ്രത്യേക ടെക്നിക്കുണ്ട്. അത് എൻ്റെ കൈവശമാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ഈ കേരളയിലെ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ഇടതുപക്ഷം ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ വളരെ ഉത്സാഹിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് മറുപക്ഷം നിൽക്കുകയാണ്. പ്രധാന കാരണം ഇതിന്റെ അന്തരീക്ഷ മലിനീകരണം, അങ്ങനെ പല 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 കാര്യങ്ങൾ. ഇവിടെയാണ് ഫ്യൂവൽ ഇന്ധനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ വിഷയം? ഇന്ധനം ഉപയോഗിക്കാതെ തന്നെ വണ്ടി താനെ ഓടുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു സംവിധാനം, ഒരു സജ്ജീകരണം, കുറച്ച് 1-2 കിലോമീറ്റർ ദൂരത്തിലെങ്കിലും പിന്നെ ഒരു പാത, അതായത് വേഗപാതയിലൂടെയാണ് ഇത് വണ്ടി ഓടുന്നത്, ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരെ, നമ്മുടെ ഈ കേരള മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോടും മുമ്പിലുള്ള ഉമ്മൻചാണ്ടിയോടും അതിനു മുമ്പുള്ള മന്ത്രിയോടും ഇവിടത്തെ എല്ലാം മുട്ടിയിട്ടും ഇതുവരെ നടന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഒന്ന് ചെയ്ത് തെളിയിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഇതുവരെ നടത്തില്ല. ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ആർക്കാണ് ഇതിൻ്റെ അകത്തുനിന്ന് വലിയ വളരെ കൂടിയ പിന്നെ ചിലവൊന്നുമില്ല. 1 കിലോമീറ്റർ ദൂരത്തിൽ ഈ വണ്ടി ഒന്ന് ഓടിക്കണം. ഇപ്പൊ എൻ്റെ ആണെങ്കിൽ ഏതാണ്ട് 80 അടി നീളത്തിലാണ് ഞാൻ എൻ്റെ മറക്കല്ലാണ്ട് ഞാൻ ഓടിച്ചത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ നേട്ടമൊക്കെയാണ്. അതിനോടനുബന്ധിച്ച് ഞാനിപ്പം ഒരു വലിയ കണ്ടുപിടുത്തത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നയിക്കുകയാണ്. അത് പിന്നെ നമുക്കറിയാമല്ലോ, അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ ആലോചിക്കുക. എങ്കിൽ പോലും സൂചിപ്പിക്കുകയാണ്.
ഈ നമ്മുടെ ലോകം ഈ നിലയിലെത്തിയ ഒരു വലിയ കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആരോ എന്നോ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തുക. അതിന്റെ പേരാണ് ചക്രം. ഈ ചക്രം കണ്ടുപിടിച്ച ശേഷമാണ് എല്ലാ മേഖലകളും ഈ ചക്രമാണ് അല്ലെങ്കിൽ വീലാണ് പ്രവർത്തിക്കുന്നത്. ആ വീലിന്റെ പുറത്താണ് ലോകം ഓടുന്നത്. പിന്നെ വിമാനത്തിലായാലും ട്രെയിനിലായാലും മോട്ടോർ വാഹനങ്ങളിലായാലും സൈക്കിള് എവിടെയായില്ലാത്തത്. പിന്നെ വെള്ളത്തിലോടുന്ന ജലത്തിലോടുന്ന വാഹനങ്ങൾക്ക് മാത്രം അത് പിന്നെ ഇല്ലാന്നുള്ള വ്യവസ്ഥയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്. അപ്പം ചക്രം കണ്ടുപിടിച്ചു, അതിനുവേണ്ടി ഇന്ധനം വേണ്ടി വന്നു. അങ്ങനെയാണ് പെട്രോള്, ഡീസല്, ഗ്യാസ്, കർക്കരി ഇങ്ങനെ എല്ലാം കൂടെ കയറി വരുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം? ഈ ഫ്യൂവല് പിന്നെ ഫോസിൽ ഇന്ധനങ്ങൾ എരിച്ചെരിച്ച് കേരളത്തിന്റെ പിന്നെ ഇന്ത്യ പിന്നെ ഭൂമിയുടെ ചൂട് വർദ്ധിച്ചപ്പം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ 1100 സൈനിഷുകൾ ഒപ്പിട്ട ഒരു പ്രസ്താവനയിൽ പറയുകയാണ്, മനുഷ്യ സമൂഹം ഈ നൂറ്റാണ്ട് കടക്കുകയാണ്. ഈ നൂറ്റാണ്ട് കിടക്കാൻ ഇനി എത്ര വർഷമുണ്ട്? 75 വർഷം കൂടെ ഉള്ളൂ ഈ നൂറ്റാണ്ട് കിടക്കാൻ. അതിനോടകം ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാം പിന്നെ ഇല്ലാതാകുന്നത്. എന്താ അവർ പറയുന്നു? അതിന് മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലോബൽ വാർമിങ്, ഭൂമിക്ക് ചൂട് വർദ്ധിക്കുന്നു. നമുക്കറിയാം, ഈ അമേരിക്ക 1-ാം നമ്പർ പ്രതി അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ഫ്യൂവൽ ഇന്ധനങ്ങൾ പിന്നെ അല്ലെങ്കിൽ കാർബൺ ബഹിഷ്കരണം നടത്തുന്നത് അമേരിക്കയാണ്. എന്താ അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങി. നമ്മളോർക്കണം, ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ഫ്ലോറിഡ, ലോസ് ഏഞ്ചൽ തീ പിടുത്തമുണ്ടായി കത്തി അമറ്റുന്ന ലോകം കണ്ടു ആഴ്ചകളോട്. ഇത് നാളെ ഇവർ വസിക്കുന്ന പിന്നെ ന്യൂയോർക്കോ, പ്രധാന പട്ടണങ്ങളായ ന്യൂയോർക്കോ, വാഷിംഗ്ടൺ ഇതൊക്കെ സംഭവിച്ചു കൂടാന്നുണ്ടോ? അതിന്റെ കാരണം എന്താ? ഈ ഫോസിൽ ഇന്ധനങ്ങൾ എരിച്ചരിച്ച് കാർബൺ എമിഷൻ ഉണ്ടായിട്ട് ഭൂമിക്ക് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ച് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം. അത് തീപിടുത്തം മാത്രമല്ല, പിന്നെ പിന്നെ ചുഴലി കൊടുങ്കാറ്റുകള്, ജലപ്രളയങ്ങള്, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വസ്തുതയാണ്, ഇതിനൊരു പരിഹാരം എന്തുണ്ട്? അതിനാണ് എൻ്റെ കണ്ടുപിടുത്തം വരുന്നത്. ഈ ചക്രം കറങ്ങാൻ, അത് താനേ ഒരു ചക്രം കറങ്ങാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടുപിടുത്തം. താനേ കറങ്ങും, താനേ വണ്ടി ഓടിച്ചോടെ താനേ ചക്രം കറങ്ങാൻ സാധ്യമാകുന്നതാണ് ഞാൻ കാണുന്നത്. അതെൻ്റെ ഗവേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. എത്രയോ കാലമായി ഞാൻ അതിനു വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. ഞാൻ കറങ്ങുന്നതല്ലാതെ ചക്രം കറങ്ങുന്നില്ല. ഒടുവിൽ ഞാനത് കറക്കുന്നതെന്നാണ് എൻ്റെ ഒരു തീരുമാനമെല്ലാം നടക്കണമെന്നില്ലല്ലോ, എങ്കിൽ പോലും തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണ്. ഞാനിപ്പം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതം ഇങ്ങനെ ഗവേഷണത്തിനായിട്ട് ഇങ്ങനെ ഗവേഷണം കൊണ്ട് ചെയ്യുകയാണ്. ഒരു കണക്കെ പറഞ്ഞാൽ കത്തിയിരിക്കുകയാണ്. എൻ്റെ അധ്വാനം ഈ വയസ്സുകാലത്തും ഞാനത് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും സഹായിക്കാനില്ല. പകരം എതിർക്കാനും നിരുത്സാഹപ്പെടുത്താനും വിമർശനങ്ങളിലൂടെ മറ്റും കല്ലെറിയാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. എങ്കിലും ഞാൻ മുന്നോട്ട് പോവുകയാണ്, ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കേരളത്തെ രക്ഷിക്കണം. നമ്മുടെ നാട് പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, എത്ര മനോഹരം. പക്ഷെ ഇവിടുത്തെ ജനങ്ങളും കൂടെ അങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി മാറണം, മനുഷ്യരായി മാറണം. ഈ മനുഷ്യനാക്കാൻ എന്ത് ചെയ്യണം? നല്ല ഷൂട്ടും കോട്ടും ഉടുപ്പും ഷർട്ടും ഒക്കെ ധരിച്ചാൽ മതിയോ? ആകുകയില്ല. അവൻ്റെ മനസ്സ് നന്നതാണ്. അടുത്ത കാലം തന്നെ
എത്രമാത്രം ധാർമ്മികമായ അധപ്പതനമാണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തകാല പിന്നെ വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വളരെ വേഗം അഭ്യുദയകാംക്ഷികളെ സന്മനസ്സുള്ളവർ പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം എന്നെക്കൊണ്ട് ഇതൊക്കെ എല്ലാം കഴിയുമെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ പറയും ഇവന് എന്തോ കുഴപ്പമുണ്ടെന്ന്. ആയിക്കോട്ടെ, അവൻ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. അതിനാണ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ അതൊന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോകളിലൊക്കെ അത് ഇറങ്ങാൻ പോവാണ്. 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലോകം രക്ഷപ്പെടും. 1 അപ്പം, 2 ജീവൻ. എവിടെ നിന്നാണ് അപ്പം കിട്ടുന്നത്? ഈ അപ്പം കിട്ടുന്ന പിന്നെ വഴികളൊക്കെയാണ് ഞാൻ എൻ്റെ ഗവേഷണത്തിൽ ഇപ്പം നീഡിൽ ടാപ്പിങ്ങിൽ അപ്പം കിട്ടുന്ന വഴിയാണ്. പുതിയ റബ്ബറിനും അപ്പം കിട്ടുന്ന വഴിയാണ്. അതുപോലെ തന്നെ വേറെ കൊണ്ട് പുതിയ പിന്നെ മീൻ വളർത്ത രീതി, അതിനായിട്ടൊരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. ഒരു 1 സെന്റ് സ്ഥലത്ത് നിന്ന് ഒരു വർഷം 1 ലക്ഷം രൂപ എല്ലാ ചെലവ് കഴിഞ്ഞ് ആദായം ലഭിക്കും എന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പേരാണ് സീറോ ബഡ്ജറ്റ് മത്സ്യകൃഷി, അല്ലെങ്കിൽ 6 അരക്കുളം. അപ്പോൾ ഒരു കർഷകന് 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അതൊരു വീടും അതിനോട് അനുബന്ധിച്ചൊരു 2-3 സെന്റിൻ്റെ ഒരു സ്ഥലവും ഉണ്ടെങ്കിൽ അവന് ജീവിക്കാൻ മാർഗമായി, വീടുമായി. എന്നൊക്കെ വന്നാൽ പിന്നെ എത്ര വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പമാണ് എൻ്റെ ഞാൻ ഇതിലുള്ള വീഡിയോ പ്രധാനമായിട്ട് സൂചിപ്പിക്കുക. അടുത്തതായിട്ട് വരുന്നത് ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവവലസുകളിലൂടെ മനുഷ്യനെ മനുഷ്യനാക്കുക എന്നാണ് എൻ്റെ ആശയം. എൻവാക്കു കാക്കുമെങ്കിൽ, എൻവാക്ക് കേൾക്കുമെങ്കിൽ അപ്പം തരാം, ഒപ്പം ജീവൻ തരാം. അപ്പവും ജീവനും ഉണ്ടെങ്കിൽ ഈ ലോകം യുഗങ്ങളായിട്ട് സ്വർഗം പോലെ ഇവിടെ നിലനിൽക്കും. അതിനോടുള്ള ശ്രമം, കൂട്ടായ ശ്രമം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. അതൊന്നും അസാധ്യമായ കാര്യമല്ല. വേണ്ട വിധം ശ്രമിച്ചാൽ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ചുരുക്കുവാണ്. ഒന്നുകൂടെ പറയട്ടെ, നീഡിൽ ടാപ്പിംഗ് പരിശീലനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 750 രൂപ ഫീസ്. അതുപോലെ തന്നെ ചാനൽ കത്തിക്ക് 750 രൂപ, ചാനൽ ബെൽറ്റിന് മീറ്ററിന് 5 രൂപ. ഈ അടുത്തത് പറയാൻ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇതിലെല്ലാം കയറിപ്പോയത്. ചില അനാവസരത്തിലായതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. അടുത്താണ് ഈ ടൂറിസം, പ്രോഫിറ്റബിൾ ടൂറിസം എന്ന രീതിയിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. ആദായ വർധനവ്. ഇപ്പം ഒരു വ്യക്തി ടൂറിസത്തിന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വിനോദമാണ്. ആ വിനോദത്തിനൊപ്പം ആദായ വർധനം കൂടെ ആയാലോ. ഇവിടെ പ്രധാന ആദായ വർധനമാണ്. അപ്പം ഇവിടെ വന്ന ഈ മിറക്കിൾ ലാൻഡിൽ വന്ന ടൂറിസത്തിന് ഇവിടെയുള്ള കാഴ്ചകളും കണ്ടെത്തലുകളും ഒക്കെ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക നേട്ടങ്ങളെ ഉണ്ടാകാൻ ഉതകുന്ന മാർഗങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അതിനായിട്ടാണ് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ എൻ്റെ ഗവേഷണത്തോട്ടമാണ്. അത് പ്രധാനമായിട്ടും റബ്ബർ കർഷകരെ ഉദ്ദേശിച്ചാണ്. അത് കണ്ടു പഠിക്കുകയാണെങ്കിൽ പിന്നെ പുതിയ റബ്ബർ ഇനങ്ങൾ, നീഡിൽ ടാപ്പിംഗ്, യൂഡിൽ ടാപ്പിംഗ്, അതുപോലെ എങ്ങനെ പിന്നെ മരപ്പെന്ന പ്രധാന രോഗം, മരപ്പനുള്ള പരിഹാര മാർഗം, ചീക്കിനുള്ള പരിഹാര മാർഗം, റബ്ബർ മരത്തിൽ നിന്ന് ഉഴുമരത്താൻ ഒരു ഷീറ്റ് കെട്ടുന്ന രീതിയിലേക്ക് പിന്നെ ഉയർത്തക്കര ഉത്പാദന വർധനവ്, ഇതെല്ലാം കണ്ടും കേട്ടും പ്രയോഗിച്ചും മനസ്സിലാക്കുന്നതിന് ഒരു പ്രാക്ടിക്കലായിട്ടാണ് ഞാനത് എൻ്റെ വീഡിയോ കണ്ട് നീഡിൽ ടാപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തോട്ടം സന്ദർശനം എല്ലാ ഞായറാഴ്ചയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫീസ് ഒരാൾക്ക് 500 രൂപയാണ്. അത്
അതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ വരുന്നവർക്ക് ഓരോ ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് ക്ലാസ് കൂടണം. ഇവിടെയാണെങ്കിൽ ഒരു 1-2 കൂടിയ 3 മണിക്കൂർ ചിലവിട്ട കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും എല്ലാം സാധിക്കും. അപ്പം പിന്നെ മലബാർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് അന്ന് തന്നെ വന്നു പോകാനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ കൂടാതെ 0 ബഡ്ജറ്റ് മത്സ്യ കൃഷി അതും ഉടനെ ഇപ്പം പിന്നെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ്. അതും ഒരു കാണേണ്ട വശം. അതും പിന്നെ ജീവന മാർഗമാണ്, ആദായ വർധനവിനുള്ള ഒരു മാർഗമാണ്. അതും കാണാനുണ്ട്. നിലവിൽ നിങ്ങൾ ഒന്ന് സമീപിക്കണം. ഞാൻ എൻ്റെ താനെ ഓടുന്ന വണ്ടിയിൽ കാണിക്കുന്ന എൻ്റെ മിറക്കൽ കാഴ്ച വസ്തുക്കളൊന്നും എല്ലാം ഇന്നില്ല. താനെ ഓടുന്ന വണ്ടിയൊന്നും ഇപ്പം കാണാനില്ല. അതുപോലെ ആറ്റിൽ താനെ ഓടുന്ന മുങ്ങാ ബോട്ടുണ്ടായിരുന്നു, അത് മുങ്ങുകയല്ല മറിയല്ലാത്ത ബോട്ട്. അതുപോലെ താനെ ഓടുന്ന ബോട്ടായിരുന്നു, അതൊന്നും ഇപ്പോഴില്ല. അതുകൊണ്ട് അന്നില്ലാത്ത പലതും ഇന്നുണ്ട്. അതായത് നമ്മുടെ പിന്നെ ഈ ഗവേഷണത്തോട്ടം, അതുപോലെ 0 ബഡ്ജറ്റ് മത്സരകൃഷി, അങ്ങനെ പലതും ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ട ശേഷം വരിക. ക്ലാസ്സിനായാലും തോട്ടം മറക്കല്ലാണ് സന്ദർശനത്തിനായാലും ബന്ധപ്പെട്ട ശേഷം വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ താൽക്കാലികമായിട്ട് ഞാൻ ഈ ടാപ്പിംഗ് വിഷയത്തിലുള്ള വീഡിയോ താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ട് നിർത്തിയില്ലെങ്കിൽ പോലും താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റബ്ബർ കർഷകരും ഗവൺമെൻറ്റും ഇവിടെ ഈ നാടിൻ്റെ രക്ഷയ്ക്കും വളർച്ചയ്ക്കും ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മെച്ചമെങ്കിൽ അതിനുവേണ്ടി സഹകരിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പിന്നെ അപേക്ഷിച്ചുകൊണ്ടും ഞാനിവിടെ എൻ്റെ ഈ വീഡിയോ പൂർത്തീകരിക്കുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളോടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.